പിന്നെ ചാറുണ്ടല്ലോ, ചാറൊക്കെ എന്ന് വെച്ചാൽ കുടിച്ചാലുണ്ടല്ലോ ചോറ് പിന്നെ നമ്മൾ വായിക്കാൻ തിട്ട് കഴിഞ്ഞ് കട്ട കട്ട കട്ടാന്നങ്ങോട്ട് ഇറങ്ങും. ഇതിൽ ചാറ് മോന്തിയുണ്ടല്ലോ അതന്നെ ഇതാ കണ്ടില്ലേ, കമ്പക്കം വരും, കരത്തിൽ വയറുന്ന ഇറങ്ങുന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. വെള്ളച്ചോറ് ഈസ് സീക്രട്ട് ഓഫ് മൈ എനർജി. വർഷങ്ങളായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന 100 വയസ്സ് വരെ ഇന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ചരിത്രമാണ്. അത് പത്രത്തിൽ ന്യൂസിലൊക്കെ വെള്ളച്ചോറ് കഴിച്ചിട്ട് കൈക്കോട്ടും തോണിയിട്ടൊരു പാളത്തിൽ പോക്കാണ്. വെള്ളച്ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കവും വരില്ല, മയക്കവും വരില്ല, ഭയങ്കര ആക്റ്റീവായിരിക്കും രാവിലെ. നമസ്കാരം മച്ചന്മാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാരുണ്ടല്ലോ, പണ്ടത്തെ ആൾക്കാരൊക്കെ 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ 100 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. കാരണം വെച്ചാൽ രാവിലെ എണീച്ചാൽ അവർ വെള്ളച്ചോറ് കഴിക്കും. വെള്ളച്ചോറ് കഴിച്ചിട്ട് കൈക്കോട്ടും തോണിയിട്ടൊരു പാളത്തിൽ പോക്കാണ്. പോയി കഴിഞ്ഞ് വരമ്പൊക്കെ കിളച്ച് കട്ടയൊക്കെ തല്ലിയിട്ടാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ, പണ്ടത്തുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ബോഡിക്ക് ഭയങ്കര ഫിറ്റ് ആയിരിക്കും. അതായത് 6 പാക്ക് ഒക്കെ ഉണ്ടാവും, നല്ല ആരോഗ്യത്തോടെ ഉണ്ട്, അസുഖങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല 100 വയസ്സ് വരെ അവർ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ 100 വയസ്സ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, നടക്കില്ല. അഥവാ 100 വയസ്സ് വരെ ഇന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചരിത്രമാണ്, അത് പത്രത്തിൽ ന്യൂസിലൊക്കെ അത് വരികയും ചെയ്യും. സോ അതിനുള്ള ഒരു പോംവഴിയായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, വെള്ളച്ചോറുണ്ടല്ലോ, തലോ ദിവസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളച്ചോറുണ്ടല്ലോ, വെള്ളച്ചോറ് കഴിക്കുക, അതാണ് മെയിൻ. ഭയങ്കര ക്വാളിറ്റിയാണ് അതിനകത്ത്. ആ വെള്ളമൊക്കെ കെട്ടിക്കിടക്കില്ല, കഞ്ഞി. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രോട്ടീനാണെന്ന് പറയുന്നത്. സോ അതാണ് കഴിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ വർഷങ്ങളായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന മാങ്ങയുണ്ട്, കണ്ണിമാങ്ങ. അപ്പോൾ ഈ വെള്ളച്ചോറിൻ്റെ കൂടെ ഈ കണ്ണിമാങ്ങ കഴിക്കുക. അതിനോടൊപ്പം തന്നെ അതേപോലെ വർഷങ്ങളോളം വെച്ചിരിക്കുന്ന നെല്ലിക്കയുണ്ട്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, മാങ്ങാപ്പൂള്. ഇതെല്ലാം കൂടി ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ മച്ചാൻ, പൊളിയാണ്, പൊളി. സോ ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഞാൻ ഈ മാങ്ങാപ്പൂളുണ്ടല്ലോ, ഇതിന് ചാറുണ്ടല്ലോ, ചാറൊക്കെ എന്ന് വെച്ചാൽ കുടിച്ചാലുണ്ടല്ലോ ചോറ് പിന്നെ നമ്മൾ വായിക്കാൻ തിട്ട് കഴിഞ്ഞ് കട്ട കട്ട കട്ടാന്നങ്ങോട്ട് ഇറങ്ങും. സോ നമുക്ക് ആവശ്യത്തിനുള്ള കണ്ണിമാങ്ങ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 2-3 ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം അത്രയും മതി. കാരണം വെച്ചാൽ അപ്പോഴേക്കും നമ്മൾ കുറച്ച് ചാറ് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ചാറ് ഇതിലോട്ട് കൊടുക്കും. മോന്തിക്ക് ചാറകം മോന്തിയാലുണ്ടല്ലോ കിട്ടും സംഭവം. സോ 2 മതി, 2 കൂടുതൽ വേണ്ട. അപ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിച്ചു വരും, കാരണം അത്ര ടേസ്റ്റാണ്. സോ അതുപോലെ തന്നെ നെല്ലിക്കൻ്റെ കേട്ടോ. അപ്പോൾ കണ്ണിമാങ്ങി എടുത്തു, നെല്ലിക്ക ഒരെണ്ണം കൂടി എടുക്കാം കേട്ടോ. നെല്ലിക്ക കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഉണ്ടോ, വർഷങ്ങളായിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്, നല്ല ടേസ്റ്റാണ്. സോ അപ്പോൾ അതും നമുക്ക് അടച്ച് വയ്ക്കാം. പിന്നെ മാങ്ങാപ്പൂളുണ്ട് കേട്ടോ. മാങ്ങാപ്പൂളെന്ന് വെച്ചാൽ മാങ്ങ പൂണ്ടിട്ട്, അതായത് നമ്മൾ പീസ് കട്ട് ചെയ്തിട്ടിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഇതാണ്. ഇതൊക്കെ വെറുതെ തിന്നും നമ്മൾ. ഇതൊരു 2-3 എടുക്കാം. എന്താ ഇപ്പം തന്നെ വായിൽ വെള്ളം കയറുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മണമുണ്ട്, അതിൻ്റെ മണം നമ്മളെ എന്താ, ഇതാണ് സാധനം മച്ചാനെ കണ്ട. അതായത് ഒരു 3 കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട്, മാങ്ങ പൂള് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഒരു നെല്ലിക്ക, നാഴ് നെല്ലിക്ക എന്ന് പറയും കേട്ടോ, നല്ല കിട്ടുന്ന സാധനമാണ്. നാഴ് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പഴങ്കഞ്ഞി, അതായത് വെള്ളച്ചോറ്. ഞങ്ങളൊക്കെ പറയുന്നത് വെള്ളച്ചോറ് എന്നാണ്. പുതുതലമുറയും ഉള്ള ആൾക്കാരൊക്കെയാണ് പഴഞ്ചോറ് എന്നൊക്കെ പറയുന്നത്. പണ്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഉള്ള പല ആൾക്കാരും ഇതൊക്കെ പശു തൊട്ടിക്കൊണ്ട് കൊട്ടും. എൻ്റെയൊക്കെ ഫ്രണ്ടിനെ ഞാൻ ഒരു വട്ടം വിളിച്ചപ്പോൾ എൻ്റെ ചോദിച്ചു എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെള്ളച്ചോറാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങളത് കാലിത്തൊട്ടിൽ, അത് പശുത്തൊട്ടിൽ കൊണ്ട് കൊട്ടുന്ന ആളാണ്. സോ അപ്പോൾ ഞാനത് ഷൗട്ട് ചെയ്തു അവരോട്. കാരണം അതൊക്കെ പ്രോട്ടീൻ ഭയങ്കര സാധനമാണ്. സോ അതൊന്നും കളയരുത്. അവർ പുതുതലമുറയിലുള്ള ആൾക്കാരാണ്, നമ്മളങ്ങനെയല്ല കേട്ടോ. സോ ഒരു ഡവറ ചോറ് എടുക്കുന്നുണ്ട്, വെള്ളച്ചോറ്. രാവിലെ എടുത്ത് വെള്ളച്ചോറ് കഴിക്കുക. ഇത് വേറൊരു മെയിൻ ഒരു റീസൺ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിന് വേറൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ, ഇഡ്ഡലി, പുട്ട്, ഉപ്മാവ്, ചപ്പാത്തി, നമ്മൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് വയറ് നിറയുമെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഉറക്കം വരും. ഇതങ്ങനെയല്ല കേട്ടോ. കണ്ണിമാങ്ങ വെള്ളത്തോട് കഴിച്ചു കഴിഞ്ഞാൽ
ഉറക്കവും വരില്ല, മയക്കവും വരില്ല, ഭയങ്കര ആക്റ്റീവായിരിക്കും രാവിലെ. അല്ലെങ്കിൽ മറ്റതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ജോലിക്ക് പോകുമ്പോൾ തന്നെ ജോലിക്ക് പോയിട്ട് നമുക്ക് കസേരപ്പ് ഇരുന്ന് ഇങ്ങനെ ഉറക്കം പോകും. പിന്നെ അടിപൊളി ഒരു ചായയൊക്കെ കുടിക്കരുത്. ഇതങ്ങനെയല്ല. ഇപ്പം എല്ലാവരും ശീലിക്കാൻ ശ്രമിക്കുക. വെള്ളച്ചോറ് രാവിലെ കഴിച്ചിട്ട് തലേ ദിവസത്തോട് വെള്ളച്ചോറ് എടുത്തിട്ട് കഴിക്കണം. നെല്ലി കഴിക്കാം കേട്ടോ. കുറേ വർഷമായിട്ട് ഉപ്പിലിട്ട് വെച്ചാണ്, അതാണ് ഒരു കടിയടിക്കുള്ളിൽ അങ്ങനെ വരുന്നു. ഇതിന് സാറ് മോന്തിയുണ്ടല്ലോ അതന്നെ ഇതാ. സ്വർഗം കാണും, സ്വർഗം. വായു കൂടെ വെള്ളം ഒന്ന് തെറിച്ചു വിട്ടാ. ചാറ് രക്ഷയില്ല കേട്ടോ. അപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക. ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും പുട്ടും മാത്രമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്, ആരോഗ്യത്തിന് ഗുണമായിട്ടുള്ളത് പഴങ്കഞ്ഞി അഥവാ വെള്ളച്ചോറ് എടുത്ത് കഴിക്കാൻ പറ്റുക. രാവിലെ എടുത്തിട്ട് പിള്ളേർ ഭയങ്കര ആക്റ്റീവ് ആകും, രാവിലെ ഉറക്കം വരില്ല. ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി പറയുന്ന പോലെ വെള്ളച്ചോറ് ഈസ് സീക്രട്ട് ഓഫ് മൈ എനർജി. അന്ന് പിള്ളേർക്ക് നമുക്ക് പറയിപ്പിക്കുന്നില്ല, അവർ കഴിക്കുമ്പോൾ അവർക്ക് തന്നെ അറിയാൻ പറ്റും, നമുക്കും അറിയാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫുൾ വെള്ളം കേട്ടോ. വെള്ളം പറഞ്ഞാൽ വെള്ളത്തോറിലെ വെള്ളം. സോ ഇതാണ് കളയരുത്. ഇതങ്ങനെ മോന്തി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പച്ചവെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര എനർജിയാണ്. ഞാൻ കാണിച്ചാൽ ഇപ്പോഴും ഒരു കണ്ണിമാങ്ങ ബാക്കി വന്നിട്ടുണ്ട്. 3 കൊടുത്തു. ഞാൻ പറഞ്ഞ 2 മതി എന്നുള്ളത്. ഒരു നെല്ലിക്കും മാങ്ങാപ്പൂളും എല്ലാം കൂടി ആയപ്പോൾ സംഭവം വയറെന്നറിഞ്ഞു. കിട്ടു ഫുഡെന്ന് പറഞ്ഞാൽ കിട്ടു ഫുഡാണോ. സോ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. എല്ലാ കുട്ടികളുടെ അടുത്തും വീട്ടിൽ ആൾക്കാരുണ്ടെങ്കിൽ പഴങ്കഞ്ഞി അല്ലെങ്കിൽ വെള്ളച്ചോറ് ഉണ്ടാക്കുക. തലേദിവസം ഉള്ളതിനെ മാറ്റി വയ്ക്കുക. പശുത്തൊട്ടിലും കാലിത്തൊട്ടിലും നിങ്ങൾക്ക് പൊട്ടാതെ പിള്ളേർക്കോ നിങ്ങൾക്കോ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു നല്ലൊരു ആരോഗ്യമുള്ള ഒരു ഫുഡാണ്. ഇതിന് വേസ്റ്റായിട്ട് പുച്ഛിച്ച് തള്ളരുത്. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളരുത്. കണ്ടില്ലേ, കമ്പക്കം വരുന്നു. കാരണം വയറ് നിറയുന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. കുറച്ച് നമ്മൾ ആസ്വദിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മൈൻഡ് സെറ്റിലേക്ക് അങ്ങനെ ഇത് പമ്പ് ചെയ്യും ബ്ലഡ്. സോ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നമുക്ക് വയറ് നിറയുന്നുള്ളൊരു റിസൾട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരും. അതാണ് അതിൻ്റെ സിമ്പിളാണ് ഈ ഒരു ഏമ്പൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് വെള്ളച്ചോറ് ഉണ്ണാൻ ശ്രദ്ധിക്കുക. നല്ലൊരു എന്താ പറയുക, ആരോഗ്യം തരുന്ന അല്ലെങ്കിൽ ഉറക്കമൊന്നും വരാത്ത രീതിയിൽ നമ്മളെ എനർജി തരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് രാവിലെ കഴിക്കുന്നത് കേട്ടോ. ഈ വെള്ളച്ചോറ് രാവിലെ കഴിക്കുന്നത്. അത് രാവിലെ കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം എന്താണെന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല മച്ചമ്പരം. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂട്ട് എന്ന് പറയുന്നത് എന്തും ആവട്ടെ. മുളക് വറുത്ത്, ഞാൻ വീട്ടിൽ മുളക് വറുത്തുണ്ട്, പക്ഷേ ഞാൻ എടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ള പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പഴയ സാധനം വർഷങ്ങളായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന സാധനമാണെങ്കിൽ കിട്ടും സാധനമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വേറെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മറ്റു വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.